ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഐ ഡോണ്ട് ഹേറ്റ് മെൻ. ഇതാരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ടെങ്കിലും എന്താ പല വിമനും ഇത്ര ടയേർഡായിട്ടിരിക്കുന്നത്? ഒരുപാട് വിമൻ അനുഭവിക്കുന്ന എന്നാൽ കാമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്ത ഒരു വിഷയത്തെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഡ്രസ്സും ജുവൽസും ഒന്നുമല്ല, പാർട്ട്ണർഷിപ്പ്. ഫിസിക്കൽ വർക്കും ഇമോഷണൽ വെയ്റ്റും എല്ലാം ഷെയർ ചെയ്ത് സ്നേഹത്തോടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർ. ജനറേഷൻസ് ആയിട്ട് മെന്നിൻ്റെ റോൾ ഒരു പ്രൊട്ടക്ടർ, പ്രൊവൈഡർ ഒക്കെയാണ്. ഫാമിലിക്ക് വേണ്ടി ഏൺ ചെയ്യുന്ന ആൾ. അതാണ് സൊസൈറ്റി അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന പ്രൈമറി റോൾ. അതേസമയം വിമന് ബാക്കി എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ടാസ്ക്കാണ്. വീട്, കുട്ടികൾ, പ്ലാനിങ്, കുക്കിംഗ്, ക്ലീനിങ്, ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകും. ലോകം ഒരുപാട് മാറി. ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ജീവിക്കാൻ ഒരാളുടെ ഇൻകം പോരാതെയായി. അപ്പോൾ വിമൻ ഏൺ ചെയ്യാനും തുടങ്ങി. അതൊരു നെസസിറ്റിയായി. പക്ഷേ ഉള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഉപേക്ഷിച്ചിട്ടല്ല വിമൻ വർക്കിന് വേണ്ടി ഓടിയത്. ബാക്കി എല്ലാത്തിൻ്റെയും കൂടി ഇതും കൂടി ആഡായിന്ന് മാത്രം. കെയറിങ്, മാനേജിങ്, പ്ലാനിങ്, റിമെമ്പറിങ്, ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇൻസൈഡ് വർക്ക് പ്ലസ് ഔട്ട്സൈഡ് വർക്ക്. അതിപ്പോൾ ഒരു 2 ഷിഫ്റ്റ് പോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിന് ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇതാവും ഹസ്ബൻഡിന് പറയാനുണ്ടാവുക. ആക്ച്വലി അത് തന്നെയാണ് ഇവിടുത്തെ പ്രോബ്ലം. ശരിക്കും മെൻ ഹെൽപ്പ് ചെയ്താൽ പ്രശ്നം തീർന്നല്ലോ. കാര്യങ്ങൾ കുറച്ചും കൂടി ഈക്വൽ ആയില്ലേ? ഹസ്ബൻഡ് കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും കുട്ടികളുടെ കാര്യം നോക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ? ഇങ്ങനെയായിരിക്കും ഏതൊരാൾക്കും ആദ്യം തോന്നുന്നത്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് വിമനോടൊന്ന് ചോദിച്ചു നോക്ക്. അവർ പറയും ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും, പക്ഷേ എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ചെയ്യുമെന്ന്. ദാറ്റ് മീൻസ് വൈഫിനിപ്പോൾ ഒരു മാനേജറുടെ ജോബും കൂടിയുണ്ട്. ടാസ്ക് അസൈൻ ചെയ്യണം, ടൈമിംഗ് പ്ലാൻ ചെയ്യണം, റിസോഴ്സസ് അറേഞ്ച് ചെയ്യണം, ആൻഡ് ഇതെല്ലാം ഓർത്തും വെക്കണം. ഹസ്ബൻഡ് പറഞ്ഞ ഈ ഹെൽപ്പ് എത്തണമെങ്കിൽ ഇത്രയും മെൻ്റൽ വർക്ക് വൈഫ് കംപ്ലീറ്റ് ചെയ്യണം. സത്യം പറഞ്ഞ ഈ പാടൊക്കെ ഓർത്താൽ തന്നെ ചെയ്യാൻ ഇത്ര പാടില്ലായിരുന്നു എന്ന് ഏതൊരു വൈഫും ചിന്തിച്ചു പോകും. ആക്ച്വലി നമ്മൾ മടുത്തു എന്ന് പറയുമ്പോൾ പണി ചെയ്ത് ക്ഷീണിച്ചു. ബോഡിയുടെ ടയർഡ്നെസ് മാത്രമാണ് ഹസ്ബൻഡിന് മനസ്സിലാവുന്നുള്ളൂ. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റാത്തത്ര തോട്ട്സ് എപ്പോഴും മൈൻഡിൽ റണ്ണിങ് ആണെന്നുള്ള കാര്യം അവരറിയുന്നില്ല. എല്ലാം ഓർത്ത് വെക്കണം, അറിഞ്ഞ് ചെയ്യണം. കൂടെ ഇവരുടെ ഹെൽപ്പും പ്രതീക്ഷിച്ചിരിക്കുകയും വേണം. കിഡ്സിൻ്റെ നീഡ്സ്, വീട്ടിലെ റിക്വയർമെൻറ്റ്സ്, ഗ്രോസറീസ്, അപ്പോയിൻമെൻറ്റ്സ്, സ്കൂൾ റുട്ടീൻ, പിന്നെ നമ്മുടെ ഇമോഷൻസ് എല്ലാം നോട്ടീസ് ചെയ്യുന്നതും ഓർത്ത് വെക്കുന്നതും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതും എല്ലാം വർക്കാണ്. പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് മെൻ്റൽ ലോഡ്. ഇതൊരു ബ്ലെയിം അല്ല, റിയലൈസേഷനാണ്. ഇതൊരു തിയറി അല്ല. റിയൽ ലൈഫിൽ ഇതെങ്ങനെ വിസിബിൾ ആവുന്നു എന്നൊരു എക്സാമ്പിൾ പറയാം. ഒരിക്കലൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ ഹസ്ബൻഡ് 2 days ഔട്ട് ഓഫ് ടൗൺ പോയപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഓർത്ത് പേടിച്ചിരുന്നതാ. പക്ഷേ ആക്ച്വലി 2 ദിവസം ഈസിയർ ആയിരുന്നു എന്ന്. സ്ലോ ആയിരുന്നു, ഇംപെർഫെക്റ്റ് ആയിരുന്നു, ബട്ട് പീസ്ഫുൾ ആയിരുന്നു. കിഡ്സ് ഇൻവോൾവ് ആയി, സ്ക്രീൻ ടൈം കുറഞ്ഞു, നേരത്തെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു എന്ന്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, വേറെ ആരും ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ എല്ലാം പ്ലാൻ ചെയ്തു, ഇൻറ്ററപ്ഷൻസ് ഇല്ല, മാനേജർ ആവേണ്ടി വന്നില്ല, എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് നടന്നു പോയിന്ന്. ഹസ്ബൻഡിനോട് സ്നേഹമുണ്ട്, മിസ് ചെയ്യുന്നുമുണ്ട്, എന്നിട്ടും ആൾ കൂടെ ഇല്ലാത്തപ്പോൾ എങ്ങനെ ലൈഫ് ഈസിയറായി? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ അല്ല. ഇത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മെൻ യൂഷ്വലി പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇതൊന്നും പറഞ്ഞു തന്നല്ല ഞങ്ങളെ വളർത്തിയതെന്ന്. അത് ശരിയാണ്. ഇത് മാനേജ് ചെയ്യാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ചൈൽഡ്ഹുഡിൽ പഠിച്ച കാര്യങ്ങൾ അഡൽട്ട്ഹുഡിലും റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ജീവിക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ പ്രസൻ്റ് ആകണമെന്ന് മനസ്സിലാക്കിയാൽ മതി.
നിങ്ങളൊരു പുതിയ മനുഷ്യനാകണം എന്നൊന്നും അല്ല പാർട്ട്ണർ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ടു ബി മോർ പ്രസൻറ്റ്. ആക്ച്വലി കോർ പ്രോബ്ലം എന്താണെന്നറിയോ? വർക്ക് ചെയ്യാനുള്ള വില്ലിങ്നെസ് അല്ല ഇവിടുത്തെ ഇഷ്യൂ, ഓണർഷിപ്പാണ്. ശരിക്കും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് തന്നെ റോങ് ആണ്. വീട്ടിലെയും കുട്ടികളുടെയും കാര്യങ്ങൾ നിങ്ങളുടെയും കൂടിയാണ്. യു ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. വൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നത് ഈ ടാസ്ക് എല്ലാം അവൾക്ക് മാത്രം എന്ന് അസൈൻ ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ നിങ്ങളും അതിൽ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷണലായി പോകും. അതുകൊണ്ടാണ് ഇതിനെ ഹെൽപ്പ് എന്ന് പറയുന്നത് പോലും. ശരിക്കും ഇതെല്ലാം ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസാണ്. പറഞ്ഞാൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല. ആരും പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോട്ടീസ് ചെയ്യണം. റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ടീസ് ചെയ്യുന്നതിൽ നിന്നാണ്. ഇവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടെ. എൻ്റെ അമ്മ ഒരു ഹോം മേക്കറാണ്. ഞാൻ ടീനേജർ ആയിരുന്ന സമയത്ത് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ല എന്നൊക്കെ അമ്മ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കേൾക്കുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഞാൻ പറയും, എന്താ ചെയ്യേണ്ടതെന്ന് പറയുക, ഞാൻ ചെയ്യാം. അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ചുറ്റും നോക്കിയിട്ട് ഈ വീട്ടിൽ ചെയ്യാൻ പണിയൊന്നും നീ കാണുന്നില്ലെങ്കിൽ ചെയ്യണ്ട, പൊക്കോ എന്ന്. അന്ന് ഈ റിയാക്ഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ ഇപ്പോൾ അറിയാം. ടാസ്ക് അസൈൻ ചെയ്യുന്നതും സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഒരു ഈസി ജോബ് അല്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അന്ന് അമ്മ എല്ലാം തനിയെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും അമ്മ ടയേർഡായത് പണിയെടുത്ത് മാത്രമല്ല, വീട്ടിലെന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നോട്ടീസ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും ഓർത്ത് വെക്കുന്നതും എല്ലാം വർക്കാണ്. ഇമോഷണലി വീട്ടിൽ ഇൻവോൾവ് ആകാൻ ആക്ച്വലി മെന്നെ ആരും പഠിപ്പിക്കുന്നില്ല. വീടിനെ പുറമേ നിന്ന് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. ഏൺ ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഫിസിക്കലി വീട്ടിൽ പ്രസൻ്റ് ആണെങ്കിൽ പോലും ഇമോഷണലി ബിലോങ് ചെയ്യാൻ അവർക്ക് അറിയാത്തത്. അതൊരു ബാഡ് ബിഹേവിയർ അല്ല, ഒരു ട്രെയിനിങ് ഗ്യാപ്പാണ്. ഇവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഫാമിലീസിന് ഓൾ റോൾസിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഏർണിങ്, കെയറിങ്, മാനേജിങ്, പ്ലാനിങ് എല്ലാം വിമൻ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക മാത്രമാണ് മെൻ ചെയ്യുന്നതെങ്കിൽ അവിടെ സ്ലോലി റിസെൻമെൻ്റ് ഉണ്ടാവും. കാരണം അവിടെ ഒരാൾ മാത്രം എല്ലാം ക്യാരി ചെയ്യേണ്ടി വരുന്നു. നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഹെൽപ്പ് അതൊരു റിലീഫല്ല, അത് എക്സ്ട്രാ വർക്കാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതൊരു 50-50 ഗെയിം അല്ല, ആയിരുന്നില്ല, ഇനി ഒരിക്കലും ആവുകയുമില്ല. പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, ബ്രസ്റ്റ് ഫീഡിങ്, ഹോർമോണൽ ഷിഫ്റ്റ്, ഐഡൻറ്റിറ്റി ലോസ്, കരിയർ ഡിസ്ട്രപ്ഷൻസ്, ഇമോഷണൽ പെയിൻ, ഇതൊന്നും സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ ഫെയർനെസ് എന്ന് പറയുമ്പോൾ ഈക്വൽ പെയിൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഈക്വൽ പ്രസൻസ് ആണ്. ഞാനിവിടെ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം, നീ ഒറ്റയ്ക്കല്ല. ദിസ് ഈസ് ഗോൾഡ് ഫോർ എ വൈഫ്. ഇത് കേൾക്കുന്ന വിമന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലേ? ഓഫ് കോഴ്സ് ഇതൊരാൾ മാത്രം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ലെറ്റ് മീ ടെൽ യു, നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതല്ല, മെൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആണ്. മെൻ ഡിഫിക്കൽട്ട് ആയതുമല്ല, വി ആർ ജസ്റ്റ് ടയേർഡ്. എല്ലാം ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് ടയേർഡായതാണ്. ഇത് കേൾക്കുന്ന മെന്നോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ക്രിറ്റിസിസം അല്ല, നിങ്ങളുടെ വൈഫിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ഒരു ഇൻവിറ്റേഷനാണ്. ഹെൽപ്പിങ്ങിൽ നിന്ന് മാറി ബിലോങ്ങിങ്ങിലേക്ക് എത്താൻ ലേറ്റ് ആയിട്ടില്ല. ബിക്കോസ് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുമ്പോൾ ലവ് ഫീൽസ് ലൈറ്റർ. താങ്ക്സ് ഫോർ ബീങ് ഹിയർ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കണം. റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. ടേക്ക് എ ബ്രീത്ത്. യു ആർ നോട്ട് അലോൺ ഇൻ ദിസ്. നിങ്ങളുടെ വീട്ടിൽ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാറുണ്ടോ? ടെൽ മീ ഇൻ ദ കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.